ലിവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പിള്ള സാറ് പറയാണ്, ശബരിമല വിഷയം പ്രചരണായുധമാക്കരുത്. ശബരിമല ശാസ്താവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു നാടകം കളിക്കാൻ ആരും തയ്യാറാവരുത്. നമുക്കൊരു കാര്യം ചെയ്യാം. നരേന്ദ്രമോദിയുടെ പുതിയ മിസൈലിനെ കുറിച്ചും ബലാക്കോട്ടെ ആക്രമണങ്ങളെ കുറിച്ചും ഭരണം തുടരേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ പോകാം. അതിലൂടെ നമുക്ക് വോട്ട് പിടിക്കാമെന്ന് പിള്ള സാറ് പറഞ്ഞു. പക്ഷെ പിള്ള സാറിന്റെ ഈ പറച്ചില് നമ്മുടെ കെ സുരേന്ദ്രൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇഷ്ടപ്പെടുകയുമില്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്. കഷ്ടപ്പെട്ട് രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് ശബരിമലയെ പ്രചരണ വിഷയമാക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവിടെ നിന്ന് ശക്തമായിട്ടുള്ള അടിയും ഇടിയും കുത്തും വഴക്കും തെറിയും ഒക്കെ കൊണ്ട് അവസാനം ഗത്യന്തരമില്ലാതെ ജയിലിനകത്ത് പോവുകയും അവിടെയും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വരികയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ എങ്ങനെയൊക്കെയോ ആയി അവസാനം പത്തനംതിട്ടയിലെത്തി അവസാനം പത്തനംതിട്ടയിൽ തന്നെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത കെ സുരേന്ദ്രനോട് ശബരിമല വിഷയത്തെ പ്രചരണായുധമാക്കേണ്ട എന്ന് പിള്ള പറഞ്ഞാൽ കെ സുരേന്ദ്രൻ കേൾക്കുമോ? കെ സുരേന്ദ്രൻ അങ്ങ് തിരിച്ചടിച്ചു പറഞ്ഞു, ശബരിമല വിഷയം ഞാൻ എന്തായാലും പ്രചരണ വിഷയമാക്കും, അതിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിട്ട് കൊള്ളാമെന്ന് പിള്ളയോട് രണ്ടും കൽപ്പിച്ചങ്ങ് കെ സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോഴും പിള്ള പറഞ്ഞു, അത് പറ്റില്ല. നമ്മുടെ മോദി രാജ്യത്ത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ആക്രമണങ്ങൾ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്, ഒരുപാട് മിസൈലുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെയല്ലേ നമ്മൾ പറയേണ്ടത്? നമ്മൾ എന്തിനാണ് ശബരിമല വിഷയം പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അത് ചട്ടലംഘനമായി മാറുമെന്ന്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് കെ സുരേന്ദ്രനും ശബരിമല വിഷയം ആയുധമാക്കണ്ട എന്ന് പിള്ള പറഞ്ഞു. പക്ഷെ കെ സുരേന്ദ്രൻ ആവട്ടെ ആ വിഷയത്തിൽ തന്നെ ഉറച്ചുകൊണ്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായാലും ശബരിമല വിഷയം ആയുധമാക്കും, ആ വിഷയം തന്നെയാണ് എൻ്റെ പ്രചരണായുധം, അതിലൂടെ പോയാൽ മാത്രമേ വിശ്വാസികളൊക്കെ കുറച്ചൊക്കെ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ആ ഒരു വോട്ട് ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നാടകം കളിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ശബരിമല വിഷയം ആയുധമാക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ ശരിയാണ്, പിള്ളയും അധ്യക്ഷനാണെന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോ കെ സുരേന്ദ്രന്റെ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പത്തനംതിട്ടയിൽ വിജയിക്കുക എന്നുള്ളതാണ്. പിള്ളക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ പ്രശ്നമുള്ളത്? ഞാനല്ലേ ഇവിടെ മത്സരിക്കുന്നുള്ളത്, എനിക്കറിയാം എൻ്റെ അവസ്ഥ എത്രത്തോളം കഷ്ടമാണെന്നുള്ളത്. രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ കരുത്തു തെളിയിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സമയത്ത് കെ സുരേന്ദ്രനും ഇറങ്ങി ചെല്ലുമ്പോൾ കെ സുരേന്ദ്രന് കൃത്യമായിട്ടുള്ള ഒരു വഴി വേണം. ആ വഴിയാണ് ശബരിമല. ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകുമ്പോഴാണ് പകുതിയിൽ നിന്ന് തടസ്സം വരുത്തുന്ന രീതിയിൽ പിള്ള ഇടപെട്ടുകൊണ്ട് പറയാണ് ശബരിമല വിഷയം വേണ്ടാന്ന്. എന്തായാലും BJP-ക്കകത്ത് ഈ വിഷയം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ള പറയുന്നു ശബരിമല വിഷയം പ്രചരണായുധാക്കണ്ട, നമുക്ക് മോദിയുടെ നേട്ടങ്ങളെ കുറിച്ച് പറയാം. കെ സുരേന്ദ്രൻ അറിയാൻ പറയാനുള്ള ഒരു നേട്ടങ്ങളും മോദി ഈ രാജ്യത്ത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയമാണ് ആകെയുള്ള ഒരു രാഷ്ട്രീയം, അത് തന്നെ ഞാൻ മുന്നിലോട്ട് കൊണ്ടുപോകുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും BJP-ക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.